കേരളത്തിൽ ബാഹുബലി റെക്കോർഡ് തകർത്ത് പുഷ്പ 2 ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട്. ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തൂത്തുവാരി അല്ലു അർജുൻ ചിത്രം പുഷ്പ 2. കേരളത്തിൽ 6.20 കോടിയാണ് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ. പുലർച്ചെ 6 മണി മുതൽ ഫാൻസി ഷോ ആരംഭിച്ചിരുന്നു. അർദ്ധരാത്രി വരെ നീളുന്ന സ്പെഷ്യൽ ഷോകളും പുഷ്പക്കായി വിതരണക്കാരായ E4 എന്റർടൈൻമെന്റ്സ് ഒരുക്കിയിരുന്നു. ഇതോടെ കേരളത്തിൽ ആദ്യ ദിനം ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന തെലുങ്ക് ചിത്രമായും പുഷ്പ 2 മാറി. ബാഹുബലി 2വിന്റെ റെക്കോർഡാണ് പുഷ്പ 2 തകർത്തത്. 5.45 കോടിയായിരുന്നു ബാഹുബലി 2വിന്റെ കളക്ഷൻ. അതേസമയം പുഷ്പ 2വിന്റെ ആഗോള കളക്ഷൻ 270 കോടി പിന്നിട്ടേക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹിന്ദിയിൽ നിന്ന് മാത്രം 85 കോടിയാണ് തൂത്തുവാരിയത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 175 കോടിയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ. തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ നിന്നായി ആദ്യ ദിനം 50 കോടി നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമയായും പുഷ്പ 2 മാറി. ലോകമാകമാനം 12,000 സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത ചിത്രം കേരളത്തിൽ 500 സ്ക്രീനുകളിലാണ് എത്തിയത്. തെലുങ്കിലെ മറ്റൊരു താരത്തിനും ലഭിക്കാത്ത ഓപ്പണിംഗ് കളക്ഷൻ സ്വന്തമാക്കിയാണ് അല്ലു അർജുൻ ചിത്രം കുതിക്കുന്നത്. ഹൈദരാബാദിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ കാണാനെത്തിയ യുവതി തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിരുന്നു. ഒരുപാട് പേർക്ക് പരുക്കുമേറ്റു. ചിത്രം ഇതിനകം 1000 കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. റെക്കോർഡ് ആദ്യദിന കളക്ഷനും ചിത്രം സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദ റൈസ് എന്ന ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരവും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയിരുന്നു. ചിത്രത്തിൽ അല്ലു അർജുനും ഫഹദ് ഫാസിലിനും പുറമെ രശ്മിക മന്ദാന, സുനിൽ, ജഗപതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സുമാണ് നിർമ്മാതാക്കൾ.